2012 ജൂലൈ 30 ആ കറുത്ത രാത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒറ്റ നിമിഷം കൊണ്ട് 22 സംസ്ഥാനങ്ങൾ ഇരുട്ടിലായ 60 കോടി ജനങ്ങളുടെ ജീവിതം നിശ്ചലമായ ആ നിമിഷമാണ് നമ്മളെ ഒരു സുപ്രധാന പാഠം പഠിപ്പിച്ചത്. രാജ്യത്തിന്റെ യഥാർത്ഥ ശ്വാസം പണമോ വികസനമോ ഒന്നുമല്ല, ഊർജം എന്ന് വിളിക്കുന്ന എനർജിയാണ്. എന്നാൽ അതേ ഇന്ത്യ ഇന്ന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു മഹാവിപ്ലവത്തിന് കൂടി തുടക്കമിടുകയാണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള കറാച്ചിക്ക് തൊട്ടടുത്ത് വെറും 100 കിലോമീറ്ററിൽ താഴെ മാത്രം ഉള്ള കച്ചിലെ വിജനമായൊരു ഉപ്പ് മരുഭൂമിയിലാണ് ഇന്ത്യ ഈ വമ്പൻ പ്രോജക്റ്റ് പടുത്തുയർത്തുന്നത്. ശത്രു രാജ്യത്തിന്റെ മൂക്കിന് താഴെ അതിർത്തിയോട് ചേർന്ന് പ്രതിരോധ കണ്ണുകൾക്ക് കാവലായി ഇന്ത്യ പണിയുന്ന ഈ 1.5 ലക്ഷം കോടിയുടെ ഊർജ സാമ്രാജ്യം കേവലം ഒരു പവർ പ്ലാന്റ് മാത്രമല്ല, അത് നമ്മുടെ അതിർത്തിയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ കരുത്തിന്റെയും ആഗോള ഊർജ വിപണി കൈപ്പിടിയിലൊതുക്കാനുള്ള വജ്രായുധത്തിന്റെയും ഒരു അടയാളം കൂടിയാണ്. എന്താണ് ലോകം ഉറ്റുനോക്കുന്ന ഈ ഇന്ത്യൻ അത്ഭുതം? നമുക്കൊന്ന് നോക്കാം. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. ഇന്ത്യൻ ഊർജ മേഖലയുടെ ചരിത്രം തിരുത്തി കുറിക്കുവാൻ പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പദ്ധതിയാണ് ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള ഖാവ്ഡ എന്ന വിജനമായ ഉപ്പ് മരുഭൂമിയിൽ അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന വമ്പൻ സോളാർ വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യവാസമില്ലാത്ത ഒരു പ്രദേശത്തെയാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പവർ ബാങ്ക് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഖാവ്ഡ പ്രോജക്റ്റിന്റെ വലിപ്പവും അത് ഉൽപ്പാദിപ്പിക്കുവാൻ പോകുന്ന വൈദ്യുതിയുടെ അളവും ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ പാർക്കിന്റെ ആകെ വിസ്തൃതി 538 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് നഗരത്തേക്കാൾ 5 മടങ്ങ് വലിപ്പമുണ്ട് ഈ ഒരു ഒറ്റ പ്രോജക്റ്റിന്. പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇതിന്റെ ആകെ ഉൽപാദന ശേഷി 30,000 മെഗാവാട്ടായി മാറും. ഈ ഒരൊറ്റ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് സ്വിറ്റ്സർലൻഡ്, ബെൽജിയം, ചിലി അല്ലെങ്കിൽ ഓസ്ട്രിയ പോലെയുള്ള വികസിത രാജ്യങ്ങളെ മുഴുവനായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്ന് ഓർക്കണം. ഇന്ത്യയിലെ 2 കോടിയിലധികം വീടുകളിലേക്ക് ആവശ്യമായ വൈദ്യുതിയാണ് ഇവിടെ തനിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ പോകുന്നത്. ഈ പ്രോജക്റ്റ് വിജയകരമാക്കാൻ പ്രകൃതിയുടെ നിയമങ്ങളെ കോപ്പി ചെയ്തുകൊണ്ട് അത്യാധുനിക എഞ്ചിനീയറിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സാധാരണ സോളാർ പാനലുകളല്ല ഉപയോഗിക്കുന്നത്. ഇരുവശങ്ങളിൽ നിന്നും ഒരുപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുള്ള ബൈഫേഷ്യൽ സോളാർ പാനലുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ടും താഴെയുള്ള വെള്ള മണലിൽ തട്ടി പ്രതിഫലിക്കുന്ന വെളിച്ചത്തിൽ നിന്നും ഇവ വൈദ്യുതി ഉണ്ടാക്കും. ഇതുവഴി 30% ഊർജ്ജം ലഭിക്കും. കൂടാതെ സൂര്യകാന്തി പൂ തിരിയുന്നത് പോലെ സൂര്യന്റെ ദിശകളിലേക്ക് 180 ഡിഗ്രി സ്വയം തിരിയാനുള്ള ട്രാക്കേഴ്സും ഇതിലുണ്ട്. മരുഭൂമിയിലെ കടുത്ത പൊടിക്കാറ്റ് കാരണം സോളാർ പാനലുകൾക്ക് മുകളിൽ പൊടി അടിഞ്ഞുകൂടുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. വെറും 1 മില്ലിമീറ്റർ പൊടി ഇരുന്നാൽ പോലും പ്ലാന്റിന്റെ ശേഷി 30% കുറയും. കച്ചിൽ വെള്ളത്തിന് കടുത്ത ക്ഷാമമുള്ളതിനാൽ പാനലുകൾ കഴുകാൻ വെള്ളം ഉപയോഗിച്ചാൽ വർഷം 1700 ദശലക്ഷം ലിറ്റർ വെള്ളം വേണം. ഇത് പരിഹരിക്കാൻ ഡ്രൈ റോബോട്ടിക് ക്ലീനിംഗ് സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാതെ റോബോട്ടുകൾ ദിവസവും പാനലുകൾ സ്വയം വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. വെറും സോളാർ മാത്രമല്ല, രാത്രികാലങ്ങളിൽ വൈദ്യുതി നൽകാൻ ഭീമാകാരന്മാരായിട്ടുള്ള വിൻഡ് മില്ലുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 5.2 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള വിൻഡ് ടർബൈനുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാം. ഇവയുടെ ഉയരം സ്റ്റാച്യു ഓഫ് യൂണിറ്റിയേക്കാൾ കൂടുതലാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. കാലാവസ്ഥ പെട്ടെന്ന് മാറിയാൽ സോളാർ പ്ലാന്റുകളിൽ നിന്നുള്ള ഉൽപ്പാദനം പെട്ടെന്ന് കുറയാനൊരു സാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ പവർ ഗ്രിഡിനെ ബാധിക്കാതിരിക്കാൻ ഇവിടെ അത്യാധുനിക AI കൺട്രോൾ റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങളും കാറ്റിന്റെ വേഗതയും വിശകലനം ചെയ്ത് അടുത്ത 15 മിനിറ്റിൽ അന്തരീക്ഷത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും, ഉൽപ്പാദനം കൂടുമോ കുറയുമോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ AI സിസ്റ്റം മുൻകൂട്ടി പ്രവചിക്കും. പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അധികമായിട്ടുള്ള ഒരു വൈദ്യുതി സംഭരിച്ചു വെക്കുവാൻ വലിയ ബാറ്ററി ബാക്കപ്പ് സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. ഇത് സോളാർ അല്ലാത്ത രാത്രി സമയങ്ങളിലും നഗരങ്ങളിലേക്കും അതേപോലെ ആശുപത്രികളിലേക്കും തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കുവാൻ സഹായിക്കുന്ന ഘടകമാണ്. പണ്ട് ഇന്ത്യ സോളാർ പ്രോജക്റ്റുകൾക്കൊക്കെയായി ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പാനലുകളെയും സെല്ലുകളെയും ഒക്കെയാണ് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഖാവ്ഡ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള സോളാർ പാനലുകൾ, വിൻഡ് മില്ലുകൾ, മറ്റ് സാങ്കേതിക വിദ്യകളെല്ലാം ഗുജറാത്തിലെ മുന്ദ്രയിലുള്ള ഫാക്ടറിയിൽ നിന്ന് ഇന്ത്യ സ്വയം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെറും ഒരു അസംബ്ലർ എന്ന നിലയിൽ നിന്നും ഇന്ത്യയെ ഒരു ഇന്നൊവേറ്ററായി മാറ്റുന്ന ഒരു കാഴ്ച
നമുക്ക് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് 2021 ഇന്ത്യ വെറും 8 ഗിഗാവാട്ട് സോളാർ പാനലുകൾ മാത്രമാണ് നിർമ്മിച്ചിരുന്നതെങ്കിൽ 2025 അത് 144 ഗിഗാവാട്ടായി മാറും. വിദേശത്ത് നിന്നുള്ള സോളാർ ഇറക്കുമതി വെറും ഒരു വർഷം കൊണ്ട് പകുതിയായി കുറയ്ക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ്. കച്ച് മരുഭൂമിയിൽ ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കറാച്ചിക്ക് ഏറെ അരികിലായി ഖാവ്ഡ റിലയബിൾ എനർജി പാർക്ക് സ്ഥാപിക്കുന്നത് കേവലം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ വകുപ്പിൻ്റെയും തന്ത്രപരമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയായി കാണേണ്ടതാണ്. കച്ചിലെ ഈ ഒരു പ്രദേശം പണ്ട് കടുത്ത ചൂടും ഉപ്പുകാറ്റുമുള്ള ജനവാസമില്ലാത്ത വെറും തരിശു ഭൂമിയായിരുന്നു. സൈന്യത്തിന് പോലും കൃത്യമായി ക്യാമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം വിജനമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളാണ് എല്ലായ്പ്പോഴും കള്ളക്കടത്തുകാർക്കും ഭീകരവാദികൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കുമുള്ള താവളമായി മാറാറുള്ളത്. പാരീസിനേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള ഈ ഒരു പ്രദേശത്ത് 1.5 ലക്ഷം കോടിയുടെ പ്രോജക്റ്റ് വരുമ്പോൾ അവിടെ പൂർണ്ണമായ റോഡ് ശൃംഖലകളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിക്കുകയാണ്. തരിശുഭൂമിയായിരുന്ന അതിർത്തി ഇപ്പോൾ എപ്പോഴും സജീവമായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ഊർജ കേന്ദ്രമായി മാറുന്നു. ഖാവ്ഡ പ്ലാന്റിന്റെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന ഹൈ റെസൊല്യൂഷൻ AI ക്യാമറകൾ, അതേപോലെ ഡ്രോൺ സംവിധാനങ്ങൾ, റഡാറുകൾ ഇവയെല്ലാം അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തിന് ഒരു അധിക സുരക്ഷാ കവചം കൂടിയായി മാറുന്ന ഒരു കാഴ്ചയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു ചലനം പോലും പ്ലാന്റിലെ AI കൺട്രോൾ റൂമിലും അതിലൂടെ നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിലും തത്സമയം എത്തിച്ചേരും. ശത്രുരാജ്യത്തിന്റെ മൂക്കിന് താഴെ ഇന്ത്യ ഒരുക്കുന്ന ഏറ്റവും വലിയ ഡിജിറ്റൽ നിരീക്ഷണ കണ്ണാണിതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. യുദ്ധകാലത്തോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലോ അതിർത്തിയിലേക്ക് സൈന്യത്തെയോ ആയുധങ്ങളെയോ ഒക്കെ എത്തിക്കുന്നതിന് കച്ച് മരുഭൂമി എന്നും ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സംഗതിയായിരുന്നു. എന്നാൽ ഖാവ്ഡ പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട അത്യാധുനിക ഹെവി ഡ്യൂട്ടി റോഡുകൾ, കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, വൈദ്യുത ലൈനുകൾ ഇവയെല്ലാം ഇന്ത്യൻ സൈന്യത്തിന് തങ്ങളുടെ വാഹനങ്ങളും അവരുടെ ടാങ്കുകളും ഒക്കെ അതിർത്തിയിലേക്ക് മിനിറ്റുകൾക്കകം എത്തിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. പ്ലാന്റിന് സ്വന്തമായുള്ള എയർ സ്ട്രിപ്പുകളും ഹെലിപാഡുകളും ആവശ്യമെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന ഒരു വസ്തുത നമ്മളൊന്ന് പരിഗണിച്ച് നോക്കിയാൽ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുന്നതിലുമൊക്കെ എത്രയോ വലുതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സാമ്പത്തിക നഗരവും പ്രധാന തുറമുഖവുമായ കറാച്ചിയിലേക്ക് ഈ പ്ലാന്റിൽ നിന്നും വലിയ ദൂരമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിർത്തിക്ക് തൊട്ടടുത്ത് പാകിസ്ഥാൻ സാമ്പത്തിക തകർച്ച നേരിടുമ്പോൾ ഇപ്പുറത്ത് ഇന്ത്യ 1.5 ലക്ഷം കോടിയുടെ ആഗോള അത്ഭുതം പടുത്തുയർത്തുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനും അവരുടെ സൈന്യത്തിനും വലിയൊരു സൈക്കോളജിക്കൽ പ്രഷറാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവരുടെ സൈന്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ആഗോളതലത്തിലും ഈ പ്രോജക്റ്റ് ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തുന്ന ഒന്നാണ് എന്ന് പറയാം. ലോകത്തിലെ വൻകിട കമ്പനികളും വിദേശ രാജ്യങ്ങളും ഖാവ്ഡ പ്രോജക്റ്റിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. വിദേശ നിക്ഷേപമുള്ള ഒരു പ്രോജക്റ്റ് അന്താരാഷ്ട്ര അതിർത്തിയിൽ വരുമ്പോൾ ആ പ്രദേശത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു അതിക്രമം കാണിക്കുവാൻ പാകിസ്ഥാനും ഭയക്കും. കാരണം അത് ആഗോള നിക്ഷേപകരെയും മറ്റു വൻ ശക്തി രാജ്യങ്ങളെയും നേരിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ള കാരണത്താലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ലോകം പോരാടുമ്പോൾ ചൈനയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ ഒരു നിർണായക നീക്കം ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നത് മറ്റൊരു കാര്യം. ലോകത്തിന് ഊർജ്ജ മാതൃക കാണിച്ചു തരുന്ന ഒരു ഗ്ലോബൽ ലീഡർ എന്ന പദവിയിലേക്ക് ഇന്ത്യ ഉയരുമെന്നതായിരിക്കും ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു നേട്ടമായി പറയാനുള്ളത്. സോ വരും നാളുകളിൽ ഗുജറാത്തിലെ ആ വിജനമായ ഉപ്പ് മരുഭൂമിയിലെ ഈ ഉഗ്രൻ പദ്ധതിയെപ്പറ്റി നിങ്ങൾ കേൾക്കുമ്പോൾ അത് വെറും ഒരു സോളാർ പദ്ധതി അല്ലെങ്കിൽ ഒരു സോളാർ പ്ലാന്റ് ആണെന്ന് കരുതരുത്. കാരണം അത് ശത്രുവിൻ്റെ കണ്ണിലെ കരടായി മാറുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഒരു പ്രതിരോധ കോട്ടയാണ് എന്ന് അഭിമാനത്തോടെ നമ്മൾ മനസ്സിലാക്കണം. വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ ഇനി ഒരിക്കലും ഊർജത്തിനായി ഇന്ത്യക്ക് കൈ നീട്ടേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന രാജ്യത്തിൻ്റെ അഭിമാന നേട്ടമായി ഈ ഖാവ്ഡ പ്രോജക്റ്റിനെ നമ്മൾ മുന്നിൽ കാണുകയാണ്. ഇന്ത്യയുടെ ഈ നിശബ്ദ വിപ്ലവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ രാജ്യം കൈവരിക്കുന്ന ഈ വമ്പൻ നേട്ടത്തിൽ നിങ്ങൾക്കും അഭിമാനം തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശാസ്ത്ര സാങ്കേതിക ലോകത്തെയും ജിയോ പൊളിറ്റിക്സിലെയും ഇത്തരം അത്ഭുതപ്പെടുത്തുന്ന അറിവുകൾ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ മൈ സയൻസ് ഗ്യാരേജ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തും.
അപ്പോൾ ഇതേപോലെ മറ്റൊരു കിടിലൻ വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ആൻറ്റിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗാരേജ്.